മക്കളെ ഒന്ന് നിന്നേ. എന്താ നിങ്ങൾ എന്തിനാ ഇത്ര ധൃതി കാണിക്കാൻ പോയത് മക്കളെ? ഇതിനൊക്കെ ഒരു സാവകാശം വേണ്ടേ? ചിറ്റമ്മയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിറ്റമ്മ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരുന്നല്ലോ. അതെ, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചെടുക്കാൻ ആരുടെയും ഔദാര്യമൊന്നും ആവശ്യമില്ല. ദേ ഇങ്ങോട്ട് പറഞ്ഞ ചിറ്റമ്മ ഞാനുണ്ടല്ലോ. ദേഷ്യപ്പെടാതെ മക്കളെ. നിങ്ങൾ ചിറ്റമ്മ ഒരു അന്യായി കാണുന്നത് ചിറ്റമ്മയ്ക്ക് വിഷമമാ. അച്ഛനൊരു മണ്ടത്തരം കാണിച്ചു വെച്ച് ഞങ്ങളത് അംഗീകരിക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളോ? ആ, എന്റെ മക്കളുടെ നാവിൽ നിന്ന് ചിറ്റമ്മയെന്നൊരു വിളി കേൾക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് കൊതിക്കുന്നു. അയ്യടാ ചിറ്റമ്മ. ചിറ്റമ്മയല്ല, ചെറ്റമ്മ, ഭദ്രകാളി. అవన్రా నేను భద్రగాళి. నిన్ను ఎలా దారికి తీసుకురావాలో నాకు తెలుసు. కొంచెం స్నేహం చూపిస్తే తల మీద తెక్కుతావా? దరిద్రుడా, మూర్ఖుడా, పిచ్చి వరవ జాగ్రత్త. ആഗ്രഹടാ. എനിക്ക് നിന്റെയൊക്കെ പെങ്ങളാകാനുള്ള പ്രായം പോലും ഇല്ല. എന്നിട്ട് നിന്നെയൊക്കെ ചിറ്റമ്മാന്ന് വിളിക്കാൻ അനുവദിച്ചത് എന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ട്. అయితే నేను భద్రగాళి కదరా. ఒక్కసారి కాదు 100 సారి నిన్నే చిట్టమ్మని పిలిపించాని. నేను గుంటూరు గారి పార్వతిని. నా ముళ్ళ మాట్లాడడానికి నువ్వింక పెరగలేదురా. విన్నవారా? కుక్కుల, పిల్లిగా, గాడిదల. ഇപ്പൊ എവിടെ പോയടാ നിന്റെയൊക്കെ നാക്ക്? പോടാകത്ത്. ഇനി ഇവിടെയെങ്ങാനും നിന്റെയൊക്കെ ശബ്ദം കേട്ടാൽ നാക്ക് വീടെടുക്കും ഞാൻ. പോടാ, പോ.